പ്രദീപ് മേച്ചേരി. അപ്പൊ ഇന്ന് പറയാൻ പോണ കഥയുടെ പേര് ഉദ്ദണ്ഡ ശാസ്ത്രികളും ചോറ്റാനിക്കര ക്ഷേത്രം ആയിട്ടൊരു ബന്ധം, അതിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കഥകൾ പറയുന്നതൊക്കെ ഒരു ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഥ പറയുന്നത്. അപ്പൊ ഗ്രന്ഥകാരന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ആണ് ഈ കഥയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഒന്നുമല്ല. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കി അതിലെങ്ങനെയാണ് അതാണ് ഞാൻ ഈ കഥയിലൂടെ പറയണത്. അപ്പോൾ ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന് പറഞ്ഞ ഒരാള് പരദേശത്തുള്ള ഒരാളാണ്. അപ്പൊ സാമൂതിരി ഭരിക്കുന്ന കാലത്ത് ഒരു വിദ്വത് സദസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ വിദ്വത് സദസ്സില് ഇപ്പൊ തർക്കം. അപ്പൊ അതിൽ ആരാണ് ജയിക്കണമെന്ന് വെച്ചാൽ അവർക്ക് കിഴി കൊടുക്കുക. അങ്ങനെയാണ് അപ്പൊ അതിൻ്റെ ഒരു മത്സരം പോലെ. അപ്പൊ അങ്ങനെ ഇവിടെയും കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഉദ്ദണ്ഡ ശാസ്ത്രിയിൽ പരദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം വന്ന് ഇവിടുത്തെ വിദ്വാൻമാരൊക്കെ ആയിട്ട് മത്സരം നടത്തി, മത്സരമൊക്കെ ജയിച്ചു വന്നിട്ട് അത് കഴിഞ്ഞ് അപ്പൊ അദ്ദേഹത്തിന് ഈ കിഴി അദ്ദേഹത്തിന് സാമൂതിരി ഒന്ന് മേടിക്കുകയൊക്കെ ചെയ്തു. എന്നുവെച്ചാൽ അങ്ങനെ കിഴി കിട്ടി. അദ്ദേഹം ഈ വാദത്തിലൊക്കെ ജയിച്ചത്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം ഇങ്ങനെ വരിക, ജയിക്കുക. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും തോൽക്കുകയാണ് ഈ സാമൂതിരിയുടെ മത്സരത്തിൽ വരുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ മലയാള ബ്രാഹ്മണർക്കൊക്കെ അത് വല്ലാത്തൊരു വിഷമവും അതേപോലെ അപമാനവുമായി. ഇപ്പൊ ഞങ്ങള് തോൽക്കുക, പുറത്തുനിന്നുള്ള ഒരാൾ വരിക, സമ്മാനം മേടിക്കുക, ജയിക്കുക. പൊതുവെ സ്പർദ്ധയിലായിരുന്ന മലയാള ബ്രാഹ്മണര് എല്ലാവരും കൂടി ഒത്തുകൂടി ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ജയിക്കാൻ ഒരു വഴി. അപ്പൊ ചിലര് പറഞ്ഞു, നമ്മൾ വേറുദിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് ഉദ്ദണ്ഡ ശാസ്ത്രികളെ ഈ അഹംഭാവം തീർക്കാൻ വേണ്ടി വേറൊരാളെ മത്സരിപ്പിക്കാൻ വെച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോഴും ഇവിടുത്തെ ആളല്ലല്ലോ ജയിക്കണേ. അപ്പൊ അതിന് ഇവിടെ ഒരാൾ ജനിക്കണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ അതിനെന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോ ഒരു സ്ത്രീ ഗർഭിണിയായിട്ട്, ഒരു ബ്രാഹ്മണ സ്ത്രീ ഗർഭിണിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അപ്പൊ അവരെ കൂടി ആലോചിച്ച് കണ്ടു. അപ്പൊ അവർക്ക് ജപിച്ചു കൊടുക്കുക, നെയ്യ് ജപിക്കുക, വെണ്ണ ജപിച്ചു കൊടുക്കുക. ഇങ്ങനെ ഗർഭമായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ കുറേ നമ്പൂതിരിമാരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ഇങ്ങനെ ജപിച്ച് ഇവർക്ക് നെയ്യ് വെണ്ണ ഇതൊക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളാണ് കാക്കശ്ശേരി ഭട്ടതിരി. അപ്പൊ ഈ കാക്കശ്ശേരി ഭട്ടതിരി അപ്പോൾ വളരെ പണ്ഡിതനായി. അങ്ങനെ ഈ സാമൂതിരിയുടെ ഈ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് അവസാനം ഈ ഉദ്ദണ്ഡ ശാസ്ത്രിയെ തോൽപ്പിച്ചു. അപ്പൊ അങ്ങനെ പ്രസിദ്ധനെ. അപ്പൊ ആ ഒരു കഥ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കഥയാവും. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് അപ്പൊ അദ്ദേഹം കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ജാതി മതം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ല. സകലം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ ശുദ്ധാശുദ്ധങ്ങളോ അല്ലെങ്കിൽ ജാതി മതം അങ്ങനെയുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിന് ഒഴിഞ്ഞുപോയി. അപ്പോ ഈ മലയാള ബ്രാഹ്മണർക്ക് ഇദ്ദേഹത്തിന് ഒരു ശുദ്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കാൻ തന്നെ കുറച്ച് പ്രയാസം ഉള്ള പോലെയായി തീർന്നു എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ചോറ്റാനിക്കര അമ്പലത്തില് കുറെ ബ്രാഹ്മണരൊക്കെ ഇരുന്ന് ജപിക്കുകയും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ഇദ്ദേഹം അമ്പലത്തിൽ വന്നു കുറച്ചു നേരമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസവും അപ്പൊ അവര് 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ അദ്ദേഹം വരികയാണ്. അപ്പോൾ അവർക്ക് അമ്പലം, അപ്പൊ ഈ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അവർ അമ്പലം വളരെ പരിശുദ്ധമായിട്ട് ശുദ്ധം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്കർഷയുള്ള ബ്രാഹ്മണരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പൊ ബ്രാഹ്മണരെ സന്ധ്യാവന്ദനം അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു. ഈ അറിവിന്റെ ഒരു പരമമായിട്ടുള്ള കാഷ്ടയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെയുള്ള സന്ധ്യാവന്ദനം അങ്ങനെയുള്ള ബ്രാഹ്മണരുടേതായിട്ടുള്ള സകല ചിട്ടകൾ അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അമ്പലത്തിൽ വന്ന ബ്രാഹ്മണനാണെന്ന് അംഗീകരിക്കാൻ തന്നെ
അവർക്ക് വലിയൊരു പ്രയാസം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർക്ക് വലിയ വിഷമമായി. ഇപ്പൊ എന്തൊക്കെ അപ്പൊ പിന്നെ ഒരു ദിവസമൊക്കെ ആണെങ്കിൽ അന്ന് പുണ്യാഹം തളിച്ച് ശുദ്ധാക്കുമ്പോ ദിവസേന ഇങ്ങനെ വരികയെന്ന് വെച്ചാൽ അതും അപ്പൊ കൂടി എന്താ വേണ്ടതെന്ന് ഒരു നിശ്ചയം. എന്നപ്പോ അദ്ദേഹത്തിനോട് പറയുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് തർക്കിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് അവിടെ കൂടിയിട്ടുള്ള ബ്രാഹ്മണർക്കൊക്കെ നല്ല ഉറപ്പുമാണ്. അപ്പൊ അവസാനം അവര് എല്ലാവരും കൂടി ആലോചിച്ചു. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, കാക്കശ്ശേരി ഭട്ടതിരിയോട് തന്നെ ചോദിക്കാം എന്താ ഒരു വഴി. അപ്പൊ അവര് ചോദിച്ചു, ആപതി കിം കരണീയം, ആപത്ത് വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ്. അപ്പോൾ പഴയ കാലത്ത് ഒരു വിശ്വാസം, ഇപ്പോഴത്തെ അത് വിശ്വാസപ്രകാരം അമ്പലത്തിന് എന്തെങ്കിലും ഒരു ദോഷം വരികയാണെങ്കിൽ അത് നാടിനാകെ ആപത്താണ് എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിലാണ് ഇവർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ കുറിച്ച് തന്നെയാണ് ഇവർ ചോദിക്കണേ. അപ്പൊ അദ്ദേഹത്തിന് മറുപടി, സ്മരണീയം ചരണയുഗളം അമ്പായ, ആപത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവതിയുടെ പാദത്തിൽ വീഴുക, അതാണ് അതിനുള്ളൊരു പരിഹാരം. അപ്പൊ അവര് ചോദിച്ചു, തൽസ്മരണം കിം കുരുതേ, അങ്ങനെ സ്മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ബ്രഹ്മാദീനഭി കിങ്കരി കുരുതേ, ബ്രഹ്മാവ് മുതലായ ദേവന്മാര് പോലും ദാസന്മാരായി തീരും. അപ്പോ ഇവരിങ്ങനെ ചോദിച്ചപ്പോ ഈ ആദ്യത്തെ മറുപടി ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം അദ്ദേഹത്തിന് ഈശ്വരൻ ഒന്നും ഇല്ല എന്നുള്ളൊരു ഭാവമാവും, ഭഗവതിയെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയില്ല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി അപ്പൊ അതെന്താ ഭഗവതി തോന്നിച്ചതുപോലെയാണ്. അപ്പൊ ഈ ചോദ്യവും ഉത്തരവും അങ്ങനെയാണ് അവിടെ കൂടിയുള്ള ആളുകൾക്ക് തോന്നിയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അവർക്കും കാര്യം മനസ്സിലായി. അപ്പൊ അവര് ഈ ബ്രാഹ്മണരെ എല്ലാവരും കൂടി ഭഗവതി ഒരു ഭജനം തുടങ്ങി. അപ്പൊ ഒരു 14-ാമത്തെ ദിവസം ഒക്കെ ആയപ്പോ അദ്ദേഹം പുറത്ത് നിന്നു, അമ്പലത്തിലേക്ക് കയറിയില്ല. എന്നിട്ട് പറഞ്ഞു, ഞാനിപ്പോ അമ്പലത്തിലേക്ക് കയറില്ല, നിങ്ങള് അമ്പലത്തിൽ ഒരു പുണ്യാഹം തളിച്ചോളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നന്നായിട്ട് ദാഹമുണ്ട്, ഒരു കിണ്ടി വെള്ളം വേണം. അപ്പോഴേക്കും വേഗം അവിടെയുള്ള നമ്പൂരിമാര് ഒരാള് അകത്ത് പോയിട്ടൊരു വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ അദ്ദേഹം ആ വെള്ളം കുടിച്ച് അത് കഴിഞ്ഞ് കിണ്ടി കമത്തി വെച്ചു. വെലിക്കാപ്പരയിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ നിന്നിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി പുണ്യാഹം തളിച്ചോളൂ. എന്നിട്ട് അപ്പൊ അവർക്കും സന്തോഷമായി. എന്നിട്ട് പിന്നെ അദ്ദേഹം വിചാരിച്ചു, ദൈവത്തിന് പോലും ശുദ്ധാശുദ്ധി കൽപ്പിക്കുന്ന സ്ഥലം, അത് മാത്രമല്ല ദൈവത്തിന്റെ അശുദ്ധിയെ തീർക്കാൻ മനുഷ്യന്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലൂടെ പോയിട്ടുള്ളൊരു ചിന്തകളാണ്. പാർശ്വഭാരതത്തിന്റെ പാരമ്പര്യം എന്താണെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് ബ്രാഹ്മണരെ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ദൈവത്തിന് ശുദ്ധവും അശുദ്ധവും ബാധിക്കുക, അത് തീർക്കാൻ മനുഷ്യൻ, ഇതാണ്. അപ്പൊ അത് കഴിഞ്ഞ് അദ്ദേഹം വടക്കേ നടയിൽ കൂടെ അങ്ങനെ പോയി. അപ്പൊ അവിടെ ഒരു ഓണക്കുറ്റിച്ചിറ എന്നുള്ളൊരു ചിറയുണ്ട്. ആ ചിറയുടെ അടുത്ത് തന്നെ ഒരു ഗുഹ, ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ അദ്ദേഹം പരദേശത്തേക്ക് പോയി എന്നാണ് കഥ. അപ്പൊ അത് മാത്രമല്ല, കുറച്ചു കാലം പരദേശത്ത് പോയ പലരും അദ്ദേഹത്തിനെ കണ്ടതായിട്ടും കഥകളിലുണ്ട്. ഇദ്ദേഹം വെട്ടത്ത് നാടുകാരനാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു കുടുംബം വേന്തനാട്ട് ഗ്രാമത്തിലും ഉണ്ട്. അപ്പൊ അത് കാരണം വേന്തനാട്ടുകാരനാണെന്നും പറയുന്നുണ്ട്. അപ്പോ ഈ ഓണക്കുറ്റി ചിറയിലേക്ക് ഏകദേശം ഒരു 2 ഫർലോങ് ദൂരേ ഉള്ളൂ ഈ ഓണക്കുറ്റി ചിറയും ആ ഗുഹയും ഉള്ള സ്ഥലത്തേക്ക്. അപ്പൊ ഇതറിയുന്ന ഭക്തജനങ്ങൾ പലരും ചോറ്റാനിക്കര തൊഴുതു കഴിഞ്ഞാൽ ഓണക്കുറ്റി ചിറയിലും പോയി പ്രാർത്ഥിക്കല് പതിവുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശരിക്ക്
ഉള്ള സ്ഥലം വെട്ടത്ത് നാട്ടിലാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ വേന്തനാട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥലം രാമമംഗലത്ത് നിന്ന് മാമലശ്ശേരിക്ക് പോകുന്ന വഴിയിലാണ് ഇദ്ദേഹത്തിന്റെ ഇല്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇതാണ് കാക്കശ്ശേരി ഭട്ടതിരിയുടെ ഒരു കഥ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും കാണുക. അപ്പോൾ നമസ്കാരം.